പ്രിയമുള്ളവരെ നമസ്കാരം. ഒരു മാസം മുമ്പ് 1 മണിക്കൂറിനുള്ളിൽ ഞാൻ നൽകിയ ഒരു ഇന്റർവ്യൂവിൽ നിന്നും ചില ഭാഗങ്ങൾ അടർത്തിയെടുത്ത് സോഷ്യൽ മീഡിയ ആഘോഷിക്കുകയാണ്. നിങ്ങൾ ആഘോഷിച്ചോളൂ, നിങ്ങൾ എന്നെ ആക്രമിച്ചോളൂ, നിങ്ങൾ എന്നെ ആക്ഷേപിച്ചോളൂ. ഇതിലൊന്നും എനിക്ക് വ്യക്തിപരമായി യാതൊരു പരാതിയുമില്ല. പക്ഷെ ഞാൻ തിരുത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എവിടെയാണ് ഞാൻ തിരുത്തേണ്ടതെന്നും ഞാൻ പറഞ്ഞതിലെ തെറ്റെന്താണെന്നും നിങ്ങളിൽ ആർക്കെങ്കിലും എനിക്ക് കൃത്യമായി ബോധ്യപ്പെടുത്തി തരാമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എന്റെ നമ്പർ അയച്ചു തരാം. നിങ്ങൾ എന്നോട് സംസാരിക്കൂ. നിങ്ങൾ എന്നോട് സംസാരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കൂ എന്ന് മാത്രമേ എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൂ. ഇനി 2, നിങ്ങൾ എന്നെ ആക്ഷേപിക്കുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് മറുപടി പറയാൻ ഞാൻ വരില്ല. പകരം നിങ്ങൾ എന്നെ ആക്ഷേപിക്കുന്നതിലൂടെ, നിങ്ങൾ എന്നെ ആക്രമിക്കുന്നതിലൂടെ ഇവിടുത്തെ മറ്റൊരു മാഫിയയ്ക്ക് വലിയ രീതിയിൽ കേരളത്തിൽ പിടിമുറുക്കാനുള്ള ഒരു അവസരം കൂടിയാണ് നിങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുന്നത്. ഫാർമ എന്ന് പറയുന്ന ഒരു വെബ് സീരീസ് അടുത്തിടെ ഇറങ്ങി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഫാർമ വെബ് സീരീസിൽ എങ്ങനെയാണ് ഈ ആരോഗ്യരംഗത്ത് അല്ലെന്നുണ്ടെങ്കിൽ ചില മരുന്ന് കമ്പനികൾ, എല്ലാവരുമല്ല, ചില മരുന്ന് കമ്പനികൾ ചില ഡോക്ടർമാരുമായി ചേർന്ന് ഈ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അപകടത്തെക്കുറിച്ച് ഫാർമ എന്ന വെബ് സീരീസിൽ പറഞ്ഞു പോകുന്നുണ്ട്. 2.5 വർഷത്തിലധികം ഒരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് വർക്ക് ചെയ്ത, അതിൽ തന്നെ ഒരു റിസർച്ച് കമ്പനിയിൽ വർക്ക് ചെയ്ത എനിക്കും സാമാന്യ ബോധമുള്ള വിഷയങ്ങൾ ഇതൊക്കെ തന്നെ. അത് മാത്രമല്ല, എത്രയോ കാലങ്ങളായിട്ട് ഈ ആരോഗ്യരംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന തട്ടിപ്പുകളെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ കോവിഡ് വന്ന സമയത്ത്, ആ സമയത്ത് തന്നെ ഫോളോ ചെയ്തിട്ടുള്ള പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, കോവിഡ് എന്ന് പറയുന്ന ഒരു വലിയ തട്ടിപ്പിനെതിരെ, ഞാൻ കോവിഡ് എന്ന തട്ടിപ്പ് എന്ന് പറയുന്ന രോഗം എന്ന തട്ടിപ്പല്ല, കോവിഡുമായി ബന്ധപ്പെട്ട് അതിനെ തുടർന്ന് ഈ രാജ്യത്തും ഈ ലോകത്തും നടന്നുകൊണ്ടിരുന്ന ഒരു വലിയ തട്ടിപ്പിനെതിരെയൊക്കെ ഞാൻ എന്റേതായ സംശയങ്ങൾ ആ സമയത്ത് ഉയർത്തിയിരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ആരോഗ്യരംഗത്തെ ഈ മാഫിയകൾ, അതായത് നിങ്ങളുടെ ശരീരത്തെ പരിപൂർണമായും വിറ്റ് തിന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മാഫിയകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അല്ലാതെ മൂല്യത്തോടു കൂടി വർക്ക് ചെയ്യുന്ന ഡോക്ടർ എന്ന് പറയുന്ന പദത്തിന്റെയും നഴ്സ് എന്ന് പറയുന്ന പദത്തിന്റെയും മഹത്വം മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യരെ അല്ല ഞാനീ പറയുന്നത്. ഇത്തരം നന്മയുള്ള മനുഷ്യരെ മുൻനിർത്തി അതിന് പിന്നിൽ അണിനിരക്കുന്ന മാഫിയകളെ കുറിച്ചാണ് പറയുന്നതെന്ന് ഞാൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വീണ്ടും സംസാരിക്കുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു വിഭാഗം ആൾക്കാർക്ക് അതൊരു വിഷമത്തിന് കാരണമാകും. ഞാൻ അവരെ അല്ല പറയുന്നത്. ഇത്തരം മാഫിയകളുടെ ഒരു ലക്ഷ്യമായിരുന്നു നമ്മുടെ ആരോഗ്യരംഗത്തെ പരിപൂർണമായും കച്ചവടവൽക്കരിക്കുക എന്നുള്ളത്. ആരോഗ്യരംഗത്തെ പരിപൂർണമായും കച്ചവടവൽക്കരിക്കണമെങ്കിൽ നിങ്ങൾ രോഗികളായി മാറിയേ അവർക്ക് പറ്റൂ. ഒരു ഗർഭകാലത്തെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞത് ഇത്രയേറെ ചർച്ചയാവാനുള്ള കാരണവും ഇതിന് പിന്നിൽ അവരുണ്ടായതുകൊണ്ട് തന്നെയാണ്. എനിക്കെതിരെ ഒരു ഡോക്ടർ പരാതി നൽകിയിരിക്കുന്നു. നോക്കൂ, ഞാൻ പറഞ്ഞതിനകത്ത് നിങ്ങൾ ആഘോഷിക്കുന്ന കാര്യം പോലും ഒരു കാലത്ത് സ്ത്രീകൾ എൻജോയ് ചെയ്തിരുന്ന കാര്യമാണ് പ്രസവം എന്ന് പറയുന്ന ഒരു വാക്കിനെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ പരിഹസിക്കുന്നത്. ഞാൻ അവിടെ പറഞ്ഞത് ഒരു കാലത്ത് എന്ന് ഉപയോഗിച്ചുകൊണ്ടും തമാശ രൂപേണ നമ്മുടെ നാട്ടിൽ ആൾക്കാർ പറയാവുന്ന ഒരു കാര്യം എന്ന് കൂടി ഒരു ഇൻവെർട്ടഡ് കോമയിലാണ് ഞാനിത് പറഞ്ഞത്. ഒരു കാലത്ത് സ്ത്രീകൾ എൻജോയ് ചെയ്തിരുന്നു എന്ന് ഞാൻ പറഞ്ഞ ആ എൻജോയ് എന്ന വാക്കും അതൊരു പക്ഷേ ഇംഗ്ലീഷ് ഭാഷയിലുള്ള എന്റെ പ്രാവീണ്യക്കുറവാകാം, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച തലത്തിലല്ല അത് പുറത്തേക്ക് വന്നത് എന്നുള്ളതുണ്ടാവാം. ഞാൻ കൃത്യമായി പറഞ്ഞത് അമ്മയാകാൻ കൊതിക്കുന്ന നിമിഷത്തിന്റെ ആനന്ദം എന്ന അർത്ഥത്തിലാണ്, അല്ലാതെ പ്രസവം എന്ന് പറയുന്ന വേദന നിറഞ്ഞ ഒരു പ്രവൃത്തിയല്ല ഞാൻ അവിടെ പറയുന്നത്. ഒരു മനുഷ്യന് മാതൃത്വത്തിനൊരു ലഹരിയുണ്ട്, പിതൃത്വത്തിനൊരു ലഹരിയുണ്ട്. അത് ആസ്വദിക്കണമെങ്കിൽ ഒരു നല്ല പിതാവായ നിമിഷങ്ങൾ എൻജോയ് ചെയ്യാൻ കഴിയണം, ഒരു നല്ല മാതാവായ നിമിഷങ്ങളെ ആസ്വദിക്കാൻ കഴിയണം. താൻ ഒരു അമ്മയാകാൻ പോകുന്നു എന്ന നിമിഷത്തിന്റെ ആനന്ദം, അല്ലെങ്കിൽ ആ നിമിഷത്തിന്റെ ആത്മനിർവൃതി, അത്രയും വേദന അവളെ സഹിക്കാനും ആ വേദന അവൾക്ക് സന്തോഷം നൽകുന്ന ഒന്നായി മാറുന്നത് താൻ ഒരു അമ്മയാകാൻ പോകുന്നു എന്ന നിമിഷത്തിന്റെ ആ ഒരു ആത്മനിർവൃതിയിലാണ്. ഞാൻ യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത് അതാണ്. ഇവിടെ ഇന്ന് കുട്ടികൾ അമ്മയാകാൻ ഭയപ്പെടുന്നത്, സ്ത്രീകൾ അമ്മയാകാൻ ഭയപ്പെടുന്നത് ഗർഭകാലഘട്ടത്തെ ഒരു രോഗകാലഘട്ടമാക്കി സമൂഹം ട്രീറ്റ് ചെയ്തതിലൂടെ സംഭവിച്ചതാണ്. താൻ ഗർഭിണിയായി കഴിഞ്ഞാൽ തനിക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുമോ എന്ന ഭയം ഓരോ പെൺകുട്ടികളുടെ മനസ്സിലേക്കും ഇട്ടുകൊടുത്തതാണ്. ഈ ഭയം ആരാണ് മുതലെടുക്കുന്നത്? ഈ പറയുന്ന വൻകിട ആശുപത്രി മാഫിയകൾ, അതുപോലെ തന്നെ മരുന്ന് കമ്പനിക്കാർ. അപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് ഈ ഭയവും ഉത്കണ്ഠയും ഒക്കെ സൃഷ്ടിച്ചു തന്ന് ഹോർമോണൽ ഇൻബാലൻസ് മൂലം സംഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളെക്കാൾ കൂടുതൽ ചുറ്റുപാടുകൾ നൽകിയ മാനസിക സംഘർഷങ്ങളിലൂടെ ഗർഭകാലം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ച് പ്രസവം എന്ന് പറയുന്നത് ഒരു ഭയപ്പാടിന്റെ കാലഘട്ടമാക്കി ഇവർ മാറ്റിയെടുക്കുകയാണ്. ഞാൻ ഈ ഒരു വിഷയത്തെയാണ് യഥാർത്ഥത്തിൽ ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാം. നോർമൽ ഡെലിവറിയിൽ നിന്നും സിസേറിയന്റെ എണ്ണം വളരെയധികം കൂടിയിട്ടുള്ളൊരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. ഇത് ആരോഗ്യരംഗത്തെ വികസനമായിട്ട് നിങ്ങൾ ദയവ് ചെയ്ത് കാണരുത്. മുളച്ചു പൊന്തുന്ന ആശുപത്രികളുടെ എണ്ണം ആരോഗ്യരംഗത്തെ വികസനമായിട്ട് നിങ്ങൾ ദയവ് ചെയ്ത് കാണരുത്. നിങ്ങൾ ഒരുപാട് രോഗികൾ ഉണ്ടായതുകൊണ്ടാണ് ഇവിടെ ഒരുപാട് ആശുപത്രികൾ ഉണ്ടായതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ സിസേറിയന്റെ എണ്ണം കൂടുന്നത് നോർമൽ ഡെലിവറിയിലേക്ക് പോകാൻ പെൺകുട്ടികൾ ഭയപ്പെടുന്നത് കൊണ്ടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നോർമൽ ഡെലിവറിയാണ് ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ ഏറ്റവും ആരോഗ്യവതിയായി നിലനിർത്തുന്നത് എന്ന സയൻസിനെ നിങ്ങൾ മറന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ മറച്ചു വെച്ചുകൊണ്ടാണ് സിസേറിയനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്ത് 10 മുതൽ 15% വരെ ഈ നോർമൽ ഡെലിവറി നിലനിർത്താൻ WHO പറയുമ്പോൾ
കേരളത്തിൽ 40 മുതൽ 45% വരെ സിസേറിയൻ നിരക്കാണ് നമുക്കിവിടെ ഉള്ളത്. അപ്പൊ നിങ്ങൾ എന്നെ എതിർക്കുക, നിങ്ങൾ എന്നെ ആക്ഷേപിക്കുക എന്നതിലൂടെ നിങ്ങൾ ഇപ്പുറത്ത് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തരം കാര്യമാണ് നിങ്ങളെന്ന് മനസ്സിലാക്കുക. ഞാനിവിടെ പറഞ്ഞ വാക്കിൽ അല്ലെങ്കിൽ ആ ഒരു എൻജോയ് എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാതെ പോകുന്നത് നിങ്ങൾക്ക് ആ പ്രോസസ്സ്, അതായത് പുതിയ തലമുറയ്ക്ക് ആ പ്രോസസ്സ് വേദന നിറഞ്ഞതാണെങ്കിൽ പഴയ തലമുറ ഇത് ആസ്വദിച്ചും ആനന്ദത്തോടു കൂടിയും ചെയ്ത കാര്യമാണെന്ന് ഞാൻ പറഞ്ഞത്. 1 മുതൽ 10 വരെ പ്രസവങ്ങൾ നടത്തിയിട്ടുള്ള സ്ത്രീകളാണ് നമുക്കിടയിൽ ഉണ്ടായിട്ടുള്ളത്. എല്ലാ അമ്മമാരും ആ നിമിഷത്തിനെ കുറിച്ച് കൂടുതൽ സന്തോഷിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരുന്നത്. അതേസമയം ഏതെങ്കിലും സ്ത്രീ, ഒരിക്കൽ പ്രസവിച്ച ഏതെങ്കിലും ഒരു സ്ത്രീ ഈ പ്രസവിക്കാൻ തനിക്ക് കാരണക്കാരനായ ക്രൂരനായ ഭർത്താവിന്റെ നിമിഷത്തെക്കുറിച്ചോ ക്രൂരനായ ഭർത്താവിന്റെ ചെയ്തികളെക്കുറിച്ചോ ശപിച്ചുകൊണ്ടാണോ പ്രസവിച്ചിട്ടുള്ളത്? അതോ അവൾക്ക് അങ്ങനെ ഒരു ഗർഭം നൽകിയ ഭർത്താവിനോട് സ്നേഹത്തോടു കൂടിയാണോ പ്രസവിച്ചിട്ടുള്ളത്? അതുപോലെ തന്നെ തന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് കാരണമാണ് താൻ ഈ വേദന അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞ ആ കുഞ്ഞിനെ ശപിച്ചുകൊണ്ടാണോ ഒരമ്മ പ്രസവിച്ചിട്ടുള്ളത്? അതോ തന്റെ കുഞ്ഞിനെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് അത്ര സന്തോഷത്തോടു കൂടി ആ പ്രസവം എന്ന് പറയുന്ന പ്രക്രിയയിലേക്ക് അവൾ കടക്കുകയാണോ ചെയ്തിട്ടുള്ളത്? നിങ്ങൾ എന്താണ് എന്നെ തിരുത്തുന്നതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? പിന്നെ എനിക്ക് ഏറ്റവും ഭയപ്പാടുണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, സൃഷ്ടിക്കുന്ന ഒരു മഹത്തായ പ്രോസസ്സിനെ നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ഭയത്തിന്റെ ഒരു പ്രോസസ്സാക്കി മാറ്റിയിരിക്കുകയാണ്. ഒരു കാലത്ത് അമ്മയാകാൻ കൊതിച്ചിരുന്ന സ്ത്രീകളിൽ നിന്നും ഇന്ന് അമ്മയാകാൻ ഭയപ്പെടുന്ന ഒരു സ്ത്രീകളിലേക്ക് നിങ്ങൾ സഞ്ചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സമൂഹത്തെ. ഈ പെൺകുട്ടികൾ എല്ലാവരും കൂടെ ചേർന്ന് സൃഷ്ടിക്കുന്ന പുതിയ മെസ്സേജ്, അല്ലെങ്കിൽ നിങ്ങൾ നൽകുന്ന മെസ്സേജ് എന്താണെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ എവിടെയാണ് തിരുത്തേണ്ടതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യത്തിന്റെ അപകടത്തെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഈ ഫെമിനിസം ഉയർത്തിപ്പിടിക്കുന്ന സ്ത്രീകൾ പലപ്പോഴും പുച്ഛിക്കുന്നത് വീടിനുള്ളിൽ ഇരിക്കുന്ന അമ്മയാകാൻ വിധിക്കപ്പെട്ട, അല്ലെങ്കിൽ അമ്മയാകാൻ വിധിക്കപ്പെട്ടത് മറ്റാരുടെയോ പ്രേരണയിലാണെന്നും ഭർത്താവിന്റെ പേടിച്ച് കഴിയുന്ന സ്ത്രീകളാണെന്നും നിങ്ങൾ ആക്ഷേപിക്കുന്ന ഈ സ്ത്രീകൾ ജന്മം നൽകിയ ഒരു കുഞ്ഞാണ് ഒരു കാലത്ത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ളത്. ഈ ജന്മം നൽകിയ ഒരു കുഞ്ഞാണ് ഈ രാജ്യത്തെ നിയന്ത്രിച്ചിട്ടുള്ളത്. ഇതുപോലെ ജന്മം നൽകിയ ഒരു കുഞ്ഞാണ് സച്ചിൻ ടെണ്ടുൽക്കറെ പോലെ ലോകത്തിന്റെ നെറുകയിലെത്തിയത്. അതും ജന്മം നൽകിയ ഒരു അമ്മയാണ്. അപ്പൊ ഈ സ്ത്രീ എന്ന് പറയുന്നത് വീടിനുള്ളിൽ ഇരുന്ന് അവൾ ഈ ലോകത്തെ നിയന്ത്രിക്കാൻ ശേഷിയുള്ള ഒരു വ്യക്തി കൂടിയാണ്. അവൾ കുടുംബത്തിലിരുന്ന് ഏറ്റവും മഹത്തായ അവൾ രാജ്യത്തിന് വേണ്ടി, അവൾ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന ഏറ്റവും മഹത്തായ കാര്യങ്ങളിൽ ഒന്നുകൂടിയാണ് അവൾ വളർത്തി വലുതാക്കുന്ന മൂല്യമേറിയ ഒരു മകൻ അല്ലെങ്കിൽ മൂല്യമേറിയ മകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാം ഇറങ്ങി പുറത്ത് ചെയ്തെങ്കിൽ മാത്രമേ ഈ ഫെമിനിസവും സ്ത്രീകളുടെ തുല്യതയൊന്നും വരും. അങ്ങനൊന്നും ഇല്ല. അപ്പൊ നിങ്ങൾ ഇതിനെ ഓരോരുത്തരും ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ കുറിച്ച് ചിന്തിക്കുക. വീടിനുള്ളിൽ ഇരിക്കുന്ന ഒരു കുടുംബനാഥ ചെയ്യുന്നത് അവളുടെ മകനെ അല്ലെങ്കിൽ മകളെ ഒരു മികച്ച ഭാവിയിലേക്കുള്ള ഒരു വ്യക്തിത്വമാക്കി വളർത്തിയെടുക്കുന്ന ഒരു പ്രോസസ്സിലാണ് അവൾ അവിടെ വീടിനുള്ളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് തിരിച്ചറിയാതെ വീടിനുള്ളിൽ തളയ്ക്കപ്പെട്ടവളാണ് അവളെന്നും അവളുടെ സന്തോഷം ഇല്ലാതാക്കിയെന്നും പറയുന്നത് നിങ്ങളുടെ ചിന്തകളെ ബേസ് ചെയ്തിട്ടാണ്. നിങ്ങളെ സംബന്ധിച്ച് ഗർഭധാരണത്തിലൂടെ നിങ്ങളുടെ സൗന്ദര്യം നഷ്ടപ്പെടുന്നു. നിങ്ങളെ സംബന്ധിച്ച് പ്രസവത്തിലൂടെ നിങ്ങളുടെ സൗന്ദര്യം നഷ്ടപ്പെടുന്നു. അതേസമയം അമ്മയാകാൻ കൊതിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവൾ ഏറ്റവും മഹത്തായ ഒരു നിമിഷത്തിലേക്ക് കടക്കുകയാണ്. തനിക്ക് ചെയ്യാൻ കഴിയാവുന്ന, അല്ലെങ്കിൽ തന്റെ രാജ്യത്തിന് വേണ്ടി താൻ ചെയ്യാൻ പോകുന്ന ഒരു വലിയ തുടക്കത്തിലേക്ക് അവൾ ഇറങ്ങിത്തിരിക്കുന്നു എന്ന ചിന്തയുള്ള സ്ത്രീകൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ കാഴ്ചപ്പാട് കൊണ്ട് ചിന്തിക്കുകയാണ്. ഒരിക്കൽ പ്രസവിച്ച ഒരു സ്ത്രീക്ക് ആ പ്രസവം ഒരു മഹാദുരന്തമായിട്ടാണ് അനുഭവപ്പെടുന്നതെങ്കിൽ അവൾ എങ്ങനെയാണ് 2ാമതും 3ാമതും 4ാമതും 5ാമതും ഒക്കെ പ്രസവിക്കുക? ഇന്നും പ്രസവം, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ ജനസംഖ്യ നിയന്ത്രണത്തിന്റെ ഭാഗമായിട്ട് പല സംസ്ഥാനങ്ങളും ജനസംഖ്യയിൽ നിയന്ത്രണം വരുന്നതിന്റെ ഭാഗമായിട്ട് പ്രസവം 1ഓ 2ഓ ആക്കി കുറച്ചതല്ലാതെ സ്ത്രീകൾക്ക് പ്രസവിക്കണ്ട എന്നതാണോ നിങ്ങളുടെ ആഗ്രഹം? അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഇപ്പൊ എന്റെ ഭാര്യ, ഞാൻ പറഞ്ഞു, 5 കുട്ടികളെ പ്രസവിക്കാൻ ആഗ്രഹിച്ചൊരു സ്ത്രീയാണ് എന്റെ ഭാര്യ. അത് ഞാൻ അവളിലേക്ക് അടിച്ചേൽപ്പിച്ചതല്ല. ഒരമ്മയാകാൻ കൊതിക്കുന്ന, കുട്ടികളെ കൂടുതൽ വളർത്തണമെന്ന് ആഗ്രഹിക്കുന്ന, കുഞ്ഞുങ്ങൾക്കൊപ്പം സമയം ചെലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അവരെ വളർത്തി വലുതാക്കി ഈ രാജ്യത്തിന് സംഭാവന ചെയ്യുന്ന ഒരു മികച്ച വ്യക്തിത്വങ്ങളാക്കി മാറ്റണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു അമ്മയുടെ മനസ്സുമായി ജീവിക്കുന്ന സ്ത്രീകൾ ഈ രാജ്യത്തുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടെ കൂടിച്ചേർന്ന് ഒരു നാടിന്റെ നന്മയെ ഇല്ലാതാക്കുന്ന രീതിയിലാകരുത് ഒരാളെ പരിഹസിക്കുന്നത്. നിങ്ങൾ എന്നെ വ്യക്തിപരമായി പരിഹസിച്ചോളൂ, അത് കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ ഈ പരിഹസിക്കുന്നതിലൂടെ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് കുറഞ്ഞ പക്ഷം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടി ശ്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പരിഹാസം തുടർന്നോളൂ, കേസുകൾ കൊടുത്തോളൂ, ഇല്ലാതാക്കാൻ ശ്രമിച്ചോളൂ. പക്ഷെ സത്യം പറയുന്നതിൽ നിന്ന് എന്നെ തടയാൻ നിങ്ങൾക്ക് പറ്റില്ല. പല ഘട്ടങ്ങളിലായി എനിക്കെതിരെ എന്തെല്ലാം കാര്യങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായി, സമൂഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി, പലരുടെയും ഭാഗത്തുനിന്നുണ്ടായി. ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. മുന്നോട്ട് പോകാൻ പറ്റുന്ന കാലത്തോളവും ഞാൻ മുന്നോട്ട് പോകും. സത്യം സംസാരിക്കാൻ പറ്റുന്ന കാലത്തോളവും ഞാൻ സത്യം സംസാരിക്കും. അതിലൊന്നും നിങ്ങൾക്ക് ആർക്കും എന്നെ തടയിടാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.